നരിയായിട്ടൊരു വാപ്പയും പുരേ നിൽക്കരുത്. നരിയായി. അങ്ങനെ രണ്ട് വാപ്പമാര് സ്വന്തം കുട്ടികളോട് മിണ്ടാത്ത വാപ്പാരുണ്ട്, ചിരിക്കാത്ത വാപ്പാരുണ്ട്, തമാശ പറയാത്ത വാപ്പാരുണ്ട്. മൂപ്പരെപ്പോഴും 100% സീരിയസ് ആണ്. മൂപ്പര് പൂമുഖത്തിരിക്കുകയാണെങ്കിൽ മക്കള് പൂമുഖത്ത് കൂടെ കയറി ചെല്ലൂല, പേടിയാണ്. ഒരു കാര്യം ഇന്ന് വരെ വാപ്പാന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിക്കാത്ത മക്കളാണോ നിങ്ങളെ മക്കള്? പിൻവാതിലിലൂടെ അവളോട് ചെന്ന് പറഞ്ഞ് അവള് മക്കളെ കാര്യം വാപ്പാനോട് വന്ന് പറയാം. മക്കൾക്ക് സ്വന്തം വാപ്പാന്റെ കാര്യം, മക്കളെ കാര്യം വാപ്പാനോട് പറയാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങളൊന്നും നല്ല വാപ്പാരായിട്ടില്ല. അതാണ് എന്റെ സത്യം. സ്വന്തം കാര്യം മക്കൾക്ക് സ്വന്തം വാപ്പനോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പ നല്ല വാപ്പയല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച വാപ്പയല്ല. അതിന് നരിമാർക്ക് വാപ്പ എന്നാ പറയാം. അങ്ങനെ ആയി പോകാൻ പാടില്ല. കാര്യങ്ങൾ മക്കളുമായിട്ട് കൂടിയാലോചിക്കണം, വീട്ടിലെ കാര്യങ്ങൾ പറയണം, തമാശകളിൽ പങ്കെടുക്കണം. അതാണ് വാപ്പയും മകനും. അല്ലാതെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അവസ്ഥ. പൂമുഖത്ത് കൂടെ പോലും അയാൾ കടന്നു വരൂല, അങ്ങ് കിച്ചണിലൂടെ കടന്നു വരുള്ളൂ. അങ്ങനെ ആയാൽ ഇങ്ങനെ നിങ്ങൾ മക്കളങ്ങനെ പേടിപ്പിച്ച് വളർത്തിയാൽ ആ മക്കള് നാളെ ഖബറിങ്കൽ വന്ന് ദ്വാരക്കാനും പേടിക്കും. ഉമ്മ പറയാണ്, മോനെ വാപ്പ മരിച്ചിട്ട് 1ാമത്തെ വെള്ളിയാഴ്ചയാണ്, ആ ഖബറിങ്കൽ ഒന്ന് പോയി പോന്നാൽ അമ്മ ഇവിടുന്ന് യാസീൻ ഓതിക്കോളാം, ഖബറിങ്ങൾക്ക് ഞാൻ പോകില്ല. എന്തേ? മൂടല് കൊണ്ടിച്ച് വന്ന് തല്ലുവെന്ന് പേടിയാണ്. കാരണം ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഈ സ്വഭാവം നിർത്തണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നീ കൂടുതൽ മക്കളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചില്ല, എന്താ എന്ത് തോന്നിയാസം ചെയ്യാം, എന്റെ വാപ്പൊന്നും പറയൂല, അങ്ങനെ തോന്നരുത്. ആവശ്യം ഉണ്ടായാൽ വാപ്പാക്ക് മറ്റൊരു മുഖം വരാനുണ്ട്, ഉമ്മാക്ക് വേറൊരു മുഖം വരാനുണ്ട്. ഇത് മക്കൾക്ക് തോന്നണം. അതേസമയം വടി കയ്യിൽ നിന്ന് വെക്കാത്ത ഉമ്മാരുണ്ട്. വെറുതെ മക്കളെ തല്ല, വെറുതെ ശകാരിക്കാൻ, സ്നേഹിക്കാൻ തീരെ അറിയാത്ത ഉമ്മമാർ പോത്തിനെ തല്ലും പോലെ മക്കളെ തല്ല. ഈ മക്കൾക്ക് എന്നും പ്രതികാരദാഹം തീരൂല. ചെയ്യരുത്. ഇതൊക്കെ എതിരാണ്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച ആ ഹിക്മത്തിന്റെ അർത്ഥം. ഇനി അടുത്തത് 8ാമത്തേത് പറഞ്ഞത്, യാ ബുനൈ ലാ യഅകുൽ തആമക ഇല്ല അൽ അത്ഖിയ വശാവിർ ഫീ അംരികൽ ഉലമാ. വളരെ നല്ല ഒരു തത്വമാണ് ഇനി പറയുന്നത്. പൊന്നുമോനെ, നിന്റെ ഭക്ഷണം ഭക്തന്മാരല്ലാതെ കഴിക്കരുത്. ലാ യഅകുൽ തആമക ഇല്ല അൽ അത്ഖിയ. ഭക്തന്മാരല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കൊടുക്കുന്നയാള് അത് ഭക്തന്മാർക്ക് നീ ഭക്ഷണം കൊടുക്കണം. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി, അത്ഖിയാഇന് ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി പള്ളിയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഏതെങ്കിലും യതീംഖാനകളിലും അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ വക ഒരു ചാക്കരി ഒക്കെ കൊടുക്കാം. നമ്മൾ പണം ചെലവഴിക്കുന്നത് ഈ വഴിക്ക് ചെലവഴിക്കണം. നിന്റെ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്തന്മാരാണ്. പലരും ഒരു പരിപാടി ഉണ്ടാക്കുന്നു, ഒരു കല്യാണം ഉണ്ടാക്കുന്നു, ഒരു സൽക്കാരം ഉണ്ടാക്കുന്നു. ഇതിൽ ഭക്തന്മാരുടെ ചിത്രം തീരെ ഉണ്ടാവില്ല. പിന്നെ ആരാണ്? പിന്നെ ആരെയാ വിളിക്കുക? ആരും ഒരു നേരം പോലും നിസ്കരിക്കാത്ത ആളുകൾ മാത്രം. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുതലാളിമാരെ ക്ഷണിച്ച പാവങ്ങളെ തള്ളപ്പെടുന്ന സദ്യ ഏറ്റവും മോശപ്പെട്ട സദ്യയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഇതിന്റെ അർത്ഥം നാട്ടില് മുതലാളിമാരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല എന്നാണോ? അല്ല. പക്ഷേ അത്ഖിയ അത് നമ്മുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഏതൊരു പരിപാടി വെച്ചാലും പടച്ചോനെ പേടിക്കണം കുറച്ച് ആളുകൾ ആ ഭക്ഷണം കഴിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞത്, വശാവിർ ഫീ അംരികൽ ഉലമാ. നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പണ്ഡിതന്മാരോട് നീ ആ വിഷയത്തിൽ കൂടിയാലോചന നടത്തണം. ഞാനിങ്ങനെ പുതിയൊരു പദ്ധതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ അനന്തരഫലം എന്താവും, അത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ? നിനക്ക് വിശ്വാസമുള്ള 2-3 ആലിമീങ്ങളെ കണ്ട് ഒരു അന്വേഷണം നടത്തുക. എന്നാൽ എന്ത് ചെയ്യൂല, അത് പാളിപ്പോകൂല. അതിനാണ് പറഞ്ഞത്. പാപ്പ മോനോട് പറഞ്ഞു കൊടുത്തു,